ഓക്കെ, ഒരു പുതിയൊരു വർഷം. ആദ്യം തന്നെ തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ മനോഹരമായിട്ടുള്ളൊരു വർഷത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിന്റെ ഈ ഒരു തുടക്കം തന്നെ ഈ ഒരു നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ വളർച്ച, നമ്മുടെ ടീമിന്റെ വളർച്ച ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു ഇയർ എനിക്ക് ഈ ഇങ്ങനെ ഒരു വേദിയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരോത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഞാനിവിടെ തുടങ്ങാണ്. തീർച്ചയായും എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരുപാട് കാലമായി ആശയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അധികവും മീറ്റിങ്ങുകളും ഒക്കെ പങ്കെടുക്കുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ഇത്രയും കാലം മനസ്സിലാക്കി വന്ന കാര്യങ്ങളിൽ എനിക്ക് ആർസിഎമ്മിൻ്റെ കാര്യങ്ങളും ആർസിഎമ്മിനെ പറ്റി ഇനിയുള്ള സാധ്യതകളും മനസ്സിലായ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. തീർച്ചയായും തെറ്റുകൾ ഉണ്ടാവാം, മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്നെ തിരുത്താവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കാം. എൻ്റെ പേര് അതുൽ കൃഷ്ണ, സാർ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അതുൽ കൃഷ്ണ എന്നാണ്. കണ്ണൂർ ഇരട്ടി സ്വദേശിയാണ്, വിളക്കോട് സ്വദേശിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് വിനോദൻ, വിളക്കോട് എമറാൾഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. അമ്മ ജയേഷ്മ, സൂം മീറ്റിങ്ങുകളൊക്കെ കണ്ടിട്ട് അമ്മയും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. നമ്മൾ കുടുംബത്തോട് തന്നെ ആർസിഎം വളരെ സന്തോഷകരമായി ആർസിഎം ചെയ്തുകൊണ്ട് ഇന്ന് മുന്നോട്ടേക്ക് പോകുന്നു. ഞാനിന്ന് +2 കഴിഞ്ഞ് ഒരു BBA സ്റ്റുഡൻ്റാണ്. ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് BBA സ്റ്റുഡൻ്റാണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഈ ഒരു BBA പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇന്ന് ഈ ഒരു ആർസിഎം എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് എനിക്ക് ഈ ഒരു BBA എന്ന് പറയുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു ജോലി ഇനി മുന്നോട്ടേക്കുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ശമ്പളങ്ങൾ കിട്ടിക്കൊണ്ടുള്ള ഒരു ജോലി എനിക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ആർസിഎമ്മിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും തീർച്ചയായും പുറത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാടധികം ആൾക്കാർ എഞ്ചിനീയറിങ്ങും ഒക്കെ പാസ്സായി സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി ലഭിച്ചെങ്കിൽ തന്നെ അവരുടെ ആ ഒരു ഹാർഡ് വർക്കിന് തുല്യമായിട്ടുള്ള സാലറി ലഭിക്കാതെ കുറേ ആൾക്കാർ നമുക്ക് പുറത്ത് കഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു ജോലി ലഭിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് വലിയ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷനിലെ ഈ ഒരു കാര്യം എത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ എനിക്കിന്ന് ഇവിടെ ചോദിക്കാൻ ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ക്യാൻ യു സ്റ്റോപ്പ് സെർച്ചിങ് ഫോർ ദ ജോബ്? ഇത് യങ്സ്റ്റേഴ്സിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജോലിക്ക് വേണ്ടി ഇന്ന് അലയുന്ന ആൾക്കാരുണ്ട്, കുറേ അധികം ആൾക്കാരുണ്ട്. ജോലി തിരയുന്നത് നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? എന്തു പറയുന്നത്? ജോലി തിരയുന്നത് നിർത്താൻ പറ്റുമോ? ഇച്ചക്കെന്നാ പറയുന്നത് ജോലിയൊക്കെ നിർത്താൻ നമ്മുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട കാര്യമല്ല ജോലി, നല്ല ജീവിക്കാൻ പറ്റല്ലേ. അപ്പൊ ജോലി ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതം രക്ഷപ്പെടാൻ പറ്റും എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണാലിറ്റികളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. എലോൺ മസ്ക് ഈ ലോകത്തിലെ എന്ത് കൊണ്ടുവന്നാൽ ആൾക്കാർക്ക് ഉപകാരപ്പെടും, എന്തായിരിക്കും ട്രെൻഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരാളായി മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും, ഒരുപാട് ആൾക്കാർ, അതായത് ഈ ഒരു കമ്പ്യൂട്ടർ യുഗമൊക്കെ വരുന്ന സമയത്ത്
അതിനു മുന്നിലുള്ള ആളുടെ കമ്പ്യൂട്ടറിനെ തള്ളിപ്പറഞ്ഞ സമയത്തൊക്കെ മൈക്രോസോഫ്റ്റും ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഇന്ന് ആ സമയത്തും കോടികൾ കൊയ്തിട്ടുണ്ട്. അപ്പോൾ കോടികൾ കൊയ്യുന്നത് എങ്ങനെയായാലും നമുക്ക് ഇനി ഒരു സക്സസ് വേണം എന്നുണ്ടെങ്കിൽ, ഒരു സക്സസ് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇനി നമുക്ക് എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ട്രെൻഡിങ് ആവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി എന്താണ് ട്രെൻഡ്? അതാണ് ക്വസ്റ്റ്യൻ. ഇനിയുള്ള ട്രെൻഡ് എന്താണ്? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ പറഞ്ഞു, ക്യാൻ യു സ്റ്റോപ്പ് സെർച്ചിങ് ഫോർ ദ ജോബ്? കാരണം ഇതാണ്, ഒരുപാടധികം പത്രക്കട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാടധികം ഇനിയുണ്ട്. ഞാനിത് ജസ്റ്റ് ഒരു 4-5 പേപ്പർ ജസ്റ്റ് എടുത്തതാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 5 million jobs lost between 2016 and 18 says report. 5 million jobs ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2016-18 കാലഘട്ടങ്ങളിൽ ആൾക്കാർക്ക് ജോലികൾ നഷ്ടപ്പെട്ടതിന്റെ എണ്ണമാണ് 5 million ജോബ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു 2022 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, 2022-24 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ടെക്നോളജികൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു ഇത്രയും ടെക്നോളജികൾ വർദ്ധിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോയാലും നമുക്ക് ഇതിനേക്കാൾ, അന്ന് 5 million ആണെങ്കിൽ ഇന്ന് 5 millionേക്കാൾ മേലെ ജോലി സാധ്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറെ ആൾക്കാർ ജോലിക്ക് വേണ്ടി അലയുന്നുണ്ട്. അപ്പോ എന്തായാലും ജോലി ഇനിയുള്ള കാലഘട്ടത്തിൽ ജോലി അന്വേഷിച്ച് കണ്ടെത്തി അതിൽ നിന്നുള്ള വരുമാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനുള്ള അത്രയും ഉള്ള വരുമാനം നമുക്ക്, ഇൻകം റിസോഴ്സ് നമുക്ക് ജോലികളിൽ നിന്നുണ്ടാക്കാൻ പറ്റില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം, ഔട്ട്പുട്ട് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു വലിയ ടെക്നോളജിയാണ് AI എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ഈ AI എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം. ഈ AI നമ്മുടെ ജോലി സാധ്യതകൾ എങ്ങനെ നഷ്ടപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യൻ ചിന്തിക്കുന്നതിന്റെ നേരെ അത്രയും എഫക്റ്റീവായിട്ട്, എങ്ങനെ എത്ര സെൻസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹ്യൂമണിനേക്കാളും വേഗത്തിൽ അതിനുള്ള സൊല്യൂഷൻസും ഔട്ട്പുട്ട്സും കണ്ടെത്താൻ AIക്ക് സാധിക്കും. അതുപോലെ തന്നെ റീസണബിൾ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. നമുക്ക് എന്താണോ സൊല്യൂഷൻ ആ ഒരു പിൻ പോയിന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. മറ്റൊരു പോയിന്റിലേക്കും ഈ ഒരു സൊല്യൂഷന്റെ എന്താണ് നമ്മുടെ പ്രോബ്ലം, അതിന്റെ പിൻ പോയിന്റ് സൊല്യൂഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ലഭിക്കും. ഇതാണ് AI ടെക്നോളജി. ആക്ട് ലൈക്ക് എ ഹ്യൂമൻ, റീസണബിൾ ആക്ഷൻ. ഈ റീസണബിൾ തിങ്കിങ് പോലെ തന്നെയാണ് റീസണബിൾ ആക്ഷൻ. എന്താണോ വേണ്ടത് ആക്ഷൻ, ആ വേണ്ട ആക്ഷൻ മാത്രം കൃത്യമായ രീതിയിൽ എടുക്കും. അതാണ് AI എന്ന് പറയുന്നത്. ഒരുപാടധികം ആൾക്കാരുടെ ജോലി ഈ ഒരു AI കാരണം നമുക്ക് ഇന്ന് കേട്ടിട്ടുണ്ടാവും. ആമസോൺ ഇത്ര 5000 ജോലിക്കാരെ പിരിച്ചുവിട്ടു, ഫ്ലിപ്കാർട്ട് ഇത്ര ആൾക്കാരെ പിരിച്ചുവിട്ടു, ഗൂഗിൾ ആൾക്കാരെ പിരിച്ചുവിടുന്നു. ഇത്രയും ജോലികൾ ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ കാരണമാണ് AI എന്ന് പറയുന്നത്. AI ആൾക്കാരെ, നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തെ, മനുഷ്യന്റെ ജോലികളെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പിക്ചർ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം. നമുക്ക് ഇനി നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണാൻ സാധിക്കും, നമുക്ക് ആദ്യമൊക്കെ നമുക്ക് നാട്ടിലൊക്കെ കാണാൻ സാധിക്കും, ഒരുപാട് ഗൾഫുകാരെ നമുക്ക് കാണാൻ സാധിക്കും. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളിൽ കുറേ പൈസ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ഗൾഫ് മേഖല, അതുപോലെ തന്നെ പുറത്ത് ജോലി ചെയ്തുകൊണ്ട്, പുറത്തുനിന്ന് ജോലി ചെയ്തുകൊണ്ട് പുറത്ത് ഉള്ള വരുമാനം ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ന് ഈ ഒരു പുറം രാജ്യങ്ങളെല്ലാം ഇതിലൊക്കെ ഒരു സ്ട്രിക്റ്റ് ലോ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാനഡയിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആദ്യമൊക്കെ കാനഡയിലേക്ക് ഒരു വിസ കിട്ടിയിട്ടാകുമ്പോൾ ഒരു കാനഡയിലേക്ക് ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ മ്യൂച്വലായിട്ട് ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഒരാൾക്ക് കൂടെ പോകാൻ പറ്റും. ഇന്ന് അത് സാധിക്കില്ല, അതാണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന സാലറി, പാർട്ട് ടൈം ജോലി ചെയ്തിട്ടായാലും എന്ത് ജോലി ചെയ്തിട്ടായാലും അവിടെ ഉണ്ടാക്കുന്ന സാലറിയുടെ 70%
അവിടെ തന്നെ ചെലവ് ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ രീതികൾ മാറിയിരിക്കുന്നു. ഓൺലി അവരുണ്ടാക്കുന്നതിന്റെ 30% മാത്രമേ അവർക്ക് നാട്ടിലേക്ക് അയക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുള്ളൂ. അപ്പോൾ ഗൾഫ് മേഖലയിലായാലും ഇനി പുറത്തുനിന്നുള്ള ഏത് രാജ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ഇൻകം സോഴ്സ് അവിടെ തന്നെ ചെലവാക്കാൻ വേണ്ടി ആൾക്കാർ നിർബന്ധിതരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഇൻകംസ് നമുക്ക് നാട്ടിലേക്ക് ലഭിക്കുന്നതല്ല. മറ്റൊരു ഇമേജസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു വ്യക്തി, ബാക്കിയുള്ള എല്ലാവരും റോബോട്ട്. അപ്പോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോബ് കിട്ടാനുള്ള സാധ്യത ആർക്കായിരിക്കും? തീർച്ചയായും റോബോട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള കോഡിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റോബോട്ടിനെ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. മറ്റൊന്നും ചിന്തിക്കില്ല, മനുഷ്യനെ പോലെ ലീവ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു രീതിയിലാണ് റോബോട്ടിനെ സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയിൽ ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ റോബോട്ടുകൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. ഇത് നമുക്ക് ഇതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. നമുക്കിപ്പോ ആദ്യ കാലങ്ങളിലൊക്കെ ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ കാണാൻ സാധിക്കുക? ആദ്യ കാലങ്ങളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ സാധിക്കും? കുറെ ആൾക്കാരെ കാണാൻ സാധിക്കും. കുറെ അധികം ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ബാങ്കിന്റെ കൃത്യമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആൾക്കാരുടെ ജോലി ആവശ്യമുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ജോലിക്കാരുടെ ആവശ്യമുണ്ട്. എന്നാൽ മാത്രം ഒരു ബാങ്കിന്റെ ജോലി കൃത്യമായിട്ട് ആ ഒരു ബാങ്കിന്റെ പർപ്പസ് എന്താണോ അതിന് കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ന് പോയി കഴിഞ്ഞാലോ, ഇന്ന് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം? ആദ്യം ഒരു 10 ആൾക്കാരോ 16 ആൾക്കാരോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് 4 ആൾക്കാരും 4 കമ്പ്യൂട്ടറുകളോ മറ്റും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ ഒരു ഇമേജിന് നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായി മാറുന്നത്. ആ ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ റോബോട്ടിക് മെഷീൻസ് മനുഷ്യനെ, ഹ്യൂമൻ റിസോഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ എലോൺ മസ്കിന്റെ കാര്യം പറഞ്ഞു. എലോൺ മസ്കിന്റെ ഏറ്റവും ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്ന ഒരു കണ്ടുപിടുത്തം ടെസ്ല എന്ന് പറയുന്ന കമ്പനി കേട്ടിട്ടുണ്ടോ? ടെസ്ല എന്ന് പറയുന്ന കമ്പനി നിർമ്മിക്കുന്നത് ഡ്രൈവർലെസ് AI ഇന്റലിജന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാറുകളാണ് ആ ഒരു കമ്പനി നിർമ്മിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ കമ്പനി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡ്രൈവർലെസ് കാറുകളിലാണ്. ആദ്യമൊക്കെ ആൾക്കാർ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയി നമുക്ക് ഓട്ടോ പിടിച്ചുകൊണ്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് പോയി അവർ ഇഷ്ടമുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കൃത്യമായ റേറ്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഓട്ടോയിൽ സഞ്ചരിച്ച എല്ലാവർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒന്നുകൂടി ഒന്ന് മാറി. ഊബർ എന്ന് പറയുന്ന ഒരു ആപ്പ് വന്നു. ഊബറിനകത്ത് നമുക്ക് എവിടെ നമ്മൾ വന്ന് പിക്ക് ചെയ്യണമെന്ന് നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം, എവിടേക്ക് പോകണമെന്ന് ലൊക്കേഷൻ കൊടുക്കാം. മിനിറ്റുകൾക്കുള്ളിൽ കാറ് വരും. അതിനകത്ത് പറയുന്ന കൃത്യമായ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. എന്നാൽ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡ്രൈവർലെസ് കാറുകളായിരിക്കും. ഡ്രൈവർലെസ് കാറുകളുടെ ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഡ്രൈവർ വേണ്ട. അതാണ് ഡ്രൈവർലെസ് കാറുകളുടെ ഗുണം. അതായത് ഇനി മുതൽ ഇപ്പോൾ ഊബർ വന്നു, ആൾക്കാരുടെ അവിടെ ആൾക്കാർ ഉണ്ടാക്കുന്ന ലാഭങ്ങൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഡ്രൈവർലെസ് കാറുകൾ വന്നു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല. ഈ ഊബർ പോലത്തെ കമ്പനികൾ ഇതുപോലത്തെ കാറുകൾ എടുത്തിട്ടതിന് ശേഷം നമ്മൾ ലൊക്കേഷൻ കൊടുക്കും. ആ ലൊക്കേഷനിലേക്ക് വണ്ടി വരും, നമ്മളെ പിക്ക് ചെയ്യും, പോകും. നോ ഡ്രൈവേഴ്സ്, നോ കമ്മ്യൂണിക്കേഷൻ, നത്തിങ് ഈസ് നീഡഡ്. ഓക്കെ, അടുത്തൊരു പോയിന്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ സാധിക്കും ഡോക്ടർ AI. ഇന്ന് നമുക്ക് നമ്മളെ എല്ലാ മേഖലയും നശിച്ചെങ്കിലും എല്ലാവരും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ മേഖല, അതായത് ഹോസ്പിറ്റൽ മേഖല, ഫാർമസ്യൂട്ടിക്കൽ മേഖല ഒന്നും സംഭവിക്കില്ല, അതുപോലെ തന്നെ നിലനിൽക്കും എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക സ്വാഭാവികമായിട്ടും. കാരണം മനുഷ്യന്മാരുള്ള അത്രയും കാലം ഫാർമസ്യൂട്ടിക്കൽസ് എന്തായാലും വേണം, അത് മാത്രമേ എല്ലാവരും ചിന്തിക്കുള്ളൂ. എന്നാൽ എനിക്ക് അങ്ങോട്ടേക്ക് ഒരു പ്രൊഫഷണൽ ഡോക്ടർ, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ഡോക്ടർ
അതിനെയൊക്കെ കൺട്രോൾ ഇനി ആ ഒരു പ്രൊഫഷണൽ ഡോക്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് AI റോബോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്ന ഒരുപാടധികം റോബോട്ട് ഓപ്പറേഷൻസ് ചെയ്യാനായാലും എന്തിനു വേണ്ടിയിട്ടായാലും ഇതുപോലുള്ള റോബോട്ടുകളെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു റോബോട്ടിന്റെ കാര്യം നമുക്ക് എടുത്തു നോക്കി നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് ഈ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റെസ്റ്റോറൻറ്റ്സിലെ ഫുഡ് സർവ് ചെയ്യുന്ന ആൾക്കാര് ആരാണ്? മനുഷ്യന്മാര് അല്ല. ഇപ്പോ മനുഷ്യന്മാരിൽ നിന്ന് മാറി ഇപ്പൊ ഒരു റെസ്റ്റോറൻറ്റിലെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാടധികം റെസ്റ്റോറൻറ്റുകൾ അതായിട്ട് മാറും. ഇനി റോബോട്ടുകൾ ഫുഡ് സർവ് ചെയ്യാൻ വേണ്ടി റോബോട്ടുകളും ഒക്കെ ആവുന്ന കാലഘട്ടം വരും. AI എന്ന് പറയുന്ന ടെക്നോളജി മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യും. AI എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ വരുന്നത് AI ടെക്നോളജിയാണ്. ടെക്നോളജി ഇല്ലാണ്ടായിരുന്നു ജീവിക്കാൻ പറ്റുമോ? ടെക്നോളജി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ടെക്നോളജി നമ്മുടെ ജീവിതത്തെ ഫാസ്റ്റ് ആക്കണോ ഇത് സ്ലോ ആക്കണോ ഇത്? ഈ ഒരു ഏറ്റവും വേഗതയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു കാലത്തെ നമ്മുടെ ജീവിതത്തെ ഫാസ്റ്റ് ആക്കിക്കൊണ്ട് ടെക്നോളജികൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് തന്നെയാണ് കാരണം. അതായത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് മേക്ക് ചെയ്യാനും പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് കൊടുക്കാനും ഈ ഒരു AI സാധിക്കുന്നുണ്ട്. ഈ ഒരു ടെക്നോളജികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും എന്തൊരു കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ടെക്നോളജികൾ വളരെ വലിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഇഷ്ടമായിരിക്കും. ടെക്നോളജികളെ കുറിച്ച് പഠിക്കാൻ ഇഷ്ടമുണ്ടാകും. ടെക്നോളജികൾ എന്താണെന്ന് അറിയാനുള്ള ഇഷ്ടവും കൂടുതലായിരിക്കും. എന്നാൽ ടെക്നോളജികൾ എന്ന് പറയുന്ന സമയത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് വശം കൂടിയുണ്ട്. ഈ പറഞ്ഞതൊക്കെയാണ് ഈ ഒരു ഓപ്പോസിറ്റ് വശം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ടെക്നോളജികൾ മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്മാർക്ക് ഇനി റോളുണ്ടോ? ടെക്നോളജികൾ മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനി മനുഷ്യന്മാർക്ക് റോളില്ല. അപ്പോ മനുഷ്യന്മാരെ എന്ത് ചെയ്യും? മനുഷ്യന്മാരെ ടെക്നോളജി റീപ്ലേസ് ചെയ്തു. ഇനി മനുഷ്യന്മാർ തന്നെയാണ് ഈ ടെക്നോളജി കൊണ്ടുവന്നത്. ആ ടെക്നോളജി മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഇൻഡസ്ട്രീസ് എന്താണെന്ന് അന്വേഷിച്ചു പോകുക. എല്ലാവരും രഹസ്യമൊന്നുമില്ല. അടുത്ത ഇൻഡസ്ട്രീസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രിയാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രിയാണ്. എന്താണ് വെൽനസ് ഇൻഡസ്ട്രി? ഞാൻ നേരത്തെ പറഞ്ഞു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡസ്ട്രി എന്തായാലും ഉണ്ട്. ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് ഇൽനസ് ഇൻഡസ്ട്രിയാണ്. ഇൽനസ് ആദ്യം നമുക്കിപ്പോഴൊക്കെ കാണാൻ സാധിക്കും. രോഗം വന്നതിന് ശേഷം മാത്രം ആൾക്കാർ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ട് രോഗം വന്നതിന് ശേഷം അസുഖത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ്. എന്നാൽ രോഗത്തിന്റെ അളവുകളും ഭീകരതയും കൂടിയിരിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആൾക്കാർ ഒക്കെയും ഹെൽത്ത് കോൺഷ്യസ് ആയി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാരെ രോഗം വരാതിരിക്കാനുള്ള വഴികൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് അവിടെയാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. രോഗം വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത് എന്നതിന്റെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനും ആ കൃത്യമായ ഫുഡ് സപ്ലിമെന്റ് തേടിയിട്ട് ആൾക്കാർ പോയി തുടങ്ങിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ആദ്യമൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് എല്ലാവരും അതിന് കണക്കായിട്ട് തന്നെ ജോലി ചെയ്യും. ഇപ്പോഴുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്നതിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ജോലി അത്ര ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അടങ്ങിക്കൂടുന്ന ഫാറ്റ് ആയാലും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായാലും അത് വർദ്ധിക്കുക തന്നെ ചെയ്യും. ഈ ഒരു സമൂഹത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വേണ്ട പോഷകങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക. അതിനെ ഒരു പേരാണ് വെൽനസ് ഇൻഡസ്ട്രി. ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മെഡിക്കൽ ഷോപ്പുകൾ, നമുക്ക് ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഈ ഒരു മെഡിക്കൽ ഷോപ്പുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വെൽനസ് ഷോപ്പുകൾ ഇനി നമുക്ക് ഈ ഒരു മെഡിക്കൽ ഷോപ്പുകളുടെ പകരം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഫുഡ് സപ്ലിമെന്റ്സ് വേണം എന്ന് മനസ്സിലാക്കുകയും അതിനെ ഇനി വെൽനസ് ഇൻഡസ്ട്രിക്ക് മാത്രമേ ഇനി നമ്മുടെ ഈ ഒരു രോഗങ്ങളെ, ജീവിതശൈലി രോഗങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കൂ എന്ന് മനസ്സിലാക്കുകയും അതിന്റെ ഫലമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ 3 ഇരട്ടി ഗ്രോത്ത് ഇന്ന് വെൽനസ് ഇൻഡസ്ട്രി ഈ ഒരു ലോകത്ത് സ്ഥാപിച്ചിരിക്കുന്നു. 1 ട്രില്യൺ ആണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്, 3.4 ട്രില്യൺ ആണ് വെൽനസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്. നമുക്ക് നോക്കി കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇപ്പോൾ വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോഴും ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രി കുറവാണ്, നമ്മൾ അധികം കേട്ടിട്ടൊന്നുമില്ല. എന്നാൽ അമേരിക്കൻ കൺട്രീസിലൊക്കെ കൂടുതലും ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രി ആണ്. എല്ലാവരും ഈ ഒരു സാധനം മാറി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രിയിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലും അത് വരും. ഇത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെയും ബാധിക്കും. ഓക്കെ, മറ്റൊരു ഇൻഡസ്ട്രി, ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രി ആയാലും ഇൻവെസ്റ്റ് ഇൻഡസ്ട്രി ആയാലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആയാലും ഏതൊരു ഇൻഡസ്ട്രി ആയാലും നമുക്ക് പഠിച്ചിട്ടും അതിൻ്റെ അത് പ്രൊഫഷണൽ ആയ ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രീസിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക, പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകാം, വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്നാൽ അനന്തമായ ഓപ്പർച്യൂണിറ്റീസും ഒരുപാടധികം സാധ്യതകളും ഉള്ള മറ്റൊരു ഇൻഡസ്ട്രി നമ്മുടെ കയ്യിലുണ്ട്. ആ ഇൻഡസ്ട്രിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഈ എഐയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എഐ ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ടെക്നോളജികൾ വർദ്ധിപ്പിച്ചത് മനുഷ്യനാണ്. മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ എഐ ഉള്ളൂ. എന്നാൽ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹ്യൂമൻ പവറാണ്. അതിനകത്ത് റോബോട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയാണ്. എല്ലാവർക്കും അറിയാം ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അത് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങും. അവിടെ റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, അങ്ങനെ ഒരുപാട് ഇടനിലക്കാര്, പരസ്യക്കാര്, ഇവരൊക്കെ ഇതിന്റെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും, എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഡയറക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുക, എന്നിട്ട് ഈ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കേണ്ട പൈസ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുക. ഇതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അനന്തമായ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്കുണ്ട്. നമുക്ക് ഏതൊരു നമ്മുടെ പേഷൻ എന്താകട്ടെ, നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പേഷൻ നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ എല്ലാവർക്കും ഉണ്ടാവും. പേഷൻ, ഗോൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഗോൾ എന്താവട്ടെ, പേഷൻ എന്താവട്ടെ, അതിനൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മുടെ പഠിത്തത്തിൻ്റെ വെച്ചായാലും ജോലിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയായാലും നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് ഇവരൊക്കെ അറിയാം. ഡൊണാൾഡ് ട്രംപ്, ആരാണ് ഡൊണാൾഡ് ട്രംപ്? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഈ 5 years starting over today I would make millions in network marketing industry. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ മില്യൺസ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും. എപ്പോ? ഇന്ന് അദ്ദേഹം ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ, പുതുതായിട്ട് ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് മില്യൺസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതും ഈ അമേരിക്ക പോലുള്ള കൺട്രികളിൽ ഡയറക്ട് സെല്ലിംഗിന്റെ വളർച്ച അത്യുന്നതിയിലെത്തിയിരിക്കുകയാണ്. ബാക്കി എല്ലാ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതികളെയും മാറ്റി മറിച്ചുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഡയറക്ട് സെല്ലിംഗിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കോടികൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് അമേരിക്കൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാറിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യം അതാണ്. ബിൽ ഗേറ്റ്സ്, ആരാണ് ബിൽ ഗേറ്റ്സ്? ബിൽ ഗേറ്റ്സിനെ അറിയോ? ബിൽ ഗേറ്റ്സ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ്.
ബിൽ ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ഐ വുഡ് ബി ഗിവൺ എ ചാൻസ് ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗൈൻ, അതായത് അന്നത്തെ കാലത്ത്, അതായത് ആദ്യമുള്ള അന്നത്തെ കാലത്ത് ഇനി എന്തായിരിക്കും റെവല്യൂഷൻ എന്ന് മനസ്സിലാക്കി മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഇദ്ദേഹം ഇന്നൊരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അടുത്ത റെവല്യൂഷൻ അതാണ്. ഇനി റെവല്യൂഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ, അതിനകത്ത് മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എല്ലാവരും അയൺ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം പറഞ്ഞത് എന്താണ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് എ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഓഫ് 21st century which must be joined by every young man and woman globally, otherwise you can never get the best of your youth age. മനസ്സിലായോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഗ്രോത്ത് കൈവരിക്കാൻ പോകുന്ന ഒരു മാർക്കറ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ യങ്സ്റ്റേഴ്സും, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, എല്ലാ യങ്സ്റ്റേഴ്സും വേൾഡ് വൈഡില് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തില്ലെങ്കിൽ അവരവരുടെ യുവത്വം നഷ്ടപ്പെടുത്തുകയാണ്. അതാണ് APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ മറ്റുള്ള ജോലികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ 5% പോലും പ്രതിഫലമില്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും നല്ലൊരു കരിയർ അതിനകത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് സെല്ലിംഗിലെ ഇന്ത്യയിലെ ഗ്രോത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 2015-16 ഈ ഒരു ഗ്രോത്ത് 8308.5. ഇത് CR ലാണ് പറയുന്നത്. 2308.5 CR ആണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത് 2015-16 വർഷങ്ങൾ. 16-17 വർഷങ്ങളായപ്പോൾ അത് 10,324.2 ആയി. 2017-18 ആയപ്പോൾ 11,676 ആയി. 2018-19 ആയപ്പോൾ 13,080 ആയി. 2025 ആവുമ്പോൾ അത് 65,000 കോടിയാണ്. നമുക്ക് നോക്കാം. 2018-19 13,080, അത് എങ്ങനെ 2025 ആവുമ്പോൾ 67,000 കോടിയാവും? ഇത്രയും ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 1000-10,000 കോടിയുടെ മാത്രം വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2025 വെറും 4 വർഷത്തെ ഡിഫറൻസിൽ എത്ര കോടിയുടെ ഡിഫറൻസ് ആണ്? 65,000 കോടിയാണ് നമുക്ക് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രോത്ത്. കാരണം എന്തെന്നാൽ ഇന്ത്യയാണ് പോപ്പുലേഷന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. പോപ്പുലേഷന്റെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. ആ ഒരു നമുക്ക് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ആവശ്യമായതും ഇതേ ഹ്യൂമൻ പവറാണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന്റെ കാരണത്താലാണ് 67,000 കോടി ഈ ഒരു ബിസിനസ് 2025 ട്രെൻഡിങ്ങിലേക്ക് വരും എന്നതിന്റെ തെളിവാണ്. 65,000 കോടി ബിസിനസ് 2025 ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ടാക്കും എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയിൽ ഈ ഒരു ബിസിനസ്സിന് അനന്തമായ സാധ്യതകൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ കണക്കുകൾ എടുത്തു നോക്കി നമുക്ക് കാണാൻ സാധിക്കും. 3%, വെറും 3% മാത്രം ഇന്ത്യൻ പോപ്പുലേഷൻ മാത്രമേ ഇന്ത്യയിൽ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗിലേക്ക് ആൾക്കാർ വന്നിട്ടുള്ളൂ. 3%, ഇന്ത്യൻ പോപ്പുലേഷന്റെ 3% മാത്രം. അപ്പോഴേക്കും ഈ ഒരു ഗ്രോത്ത് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നു. 13,080 ഗ്രോത്ത് നമുക്ക് 2018-19 വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വെറും 3% പോപ്പുലേഷൻ മാത്രമേ ഇന്ന് ആ ഡയറക്റ്റ് സെല്ലിംഗിലേക്ക് വന്നിട്ടുള്ളൂ. ഏതൊരു അർത്ഥത്തിൽ ഏതൊരു വ്യാഖ്യാനം നമുക്ക് നോക്കിയാലും പറയാൻ സാധിക്കും ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് യെറ്റ് ടു ബി സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 3 വർഷം. ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് 2025 1 വർഷം മാത്രം. ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ തുടക്കത്തിൽ ഈ ഒരു ബിസിനസ് ഉണ്ടാക്കാൻ പോകുന്ന വരുമാനം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 65,000 കോടിയാണ്. 65,000 കോടി ഇതിന്റെ തുടക്കത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇതിനെ
ഇനി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റില്ല. ആ ഒരു വളർച്ചയിലേക്ക് നമ്മുടെ ഈ ഒരു ആശയമായാലും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി ആയാലും കടന്നിരിക്കുന്നു. ആ ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് നമ്മുടെ യൂത്ത് ആയാലും നമ്മുടെ ഈ ഒരു യൂത്തിന് കൂടെ നിൽക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ കൂടെ നിന്ന ആൾക്കാർ ഈ ഒരു ബിസിനസ് റെവല്യൂഷൻ ആകുമ്പോൾ രാജാക്കന്മാരായിരിക്കും. ഇന്ത്യയിലുള്ള സാധ്യത എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഈ ഒരു ബിസിനസ്സിൽ ഇത്രയും സാധ്യത ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യയിൽ ഒരുപാടധികം കമ്പനികൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാടധികം കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് ബേസ്ഡ് ചെയ്തിട്ട് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് RCM എന്ന് പറയുന്ന റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്താണ്? ചോദ്യമല്ലേ? എത്ര ആൾക്കാർ, എത്ര അധികം ബിസിനസ്, എത്ര അധികം കമ്പനികളുണ്ട്, എന്തിനെ നമ്മൾ RCM സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഹൗ ടു ചൂസ് ദ ഇൻഡസ്ട്രി. എങ്ങനെ ഈ ഒരു കമ്പനികളെ ചൂസ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ RCM മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. കാരണം ഈ ഒരു മാനദണ്ഡങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു കമ്പനി, ഞാൻ പഠിച്ചതിൽ ഒരു കമ്പനി എന്ന് പറയുന്നത് RCM ആണ്. ഞാൻ ഇത്രയും കാലം പഠിച്ച, ഇത്രയും കാലം കേട്ട കമ്പനികളിൽ വെച്ച് RCM മാത്രമേ ഈ എല്ലാ മാനദണ്ഡങ്ങളും കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. എന്താണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പ്രൊഡക്റ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈങ്. നേരത്തെ സാറ് പറഞ്ഞത് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സാറിന്റെ ഒരുപാടധികം രോഗങ്ങൾ, ഈ ഒരു പ്രൊഡക്റ്റ്, സാധാരണ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ് RCMലേക്ക് വന്നത്. എന്നാൽ ഈ ഒരു RCMൽ ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് രോഗങ്ങൾ മാറി ആൾക്കാർക്ക് പ്രൊഡക്ട്സിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ തൃപ്തിയാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പനിയിലായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. നമ്മുടെ കമ്പനിയിലെ 6 ബേസിക് സ്റ്റെപ്പിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസ് ആൻഡ് പ്രൊമോട്ട് ദ പ്രോഡക്റ്റ് 100%. ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് സാറ്റിസ്ഫൈ ആകുന്നോ ആ പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക, ആ പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ്, നമ്മുടെ 6 ബേസിക്കിലെ ഫസ്റ്റ് റൂൾ തന്നെ അതാണ്. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിലെ നമ്മുടെ കമ്പനിക്കുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാൻ എടുത്ത് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ചായപ്പൊടി, എല്ലാവരും നമ്മുടെ RCMന്റെ ചായപ്പൊടി യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എലൈറ്റ് ചായപ്പൊടി ആയാലും പോപ്പുലർ ആയാലും ആരെങ്കിലും യൂസ് ചെയ്യാനുണ്ടോ? ഇല്ല, എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ചായപ്പൊടിയുടെ പ്രത്യേകത? CDC ചായപ്പൊടിയാണ്, എല്ലാവർക്കും അറിയാം. ആസാം തേയിലയാണ് ഉപയോഗിക്കുന്നത്. ആസാമിന്റെ പ്രത്യേകത എന്താ? ആസാമിന്റെ പ്രത്യേകത എന്താ? 3 തരം കാലാവസ്ഥയാണ്. രാവിലെ വെയിൽ, രാവിലെ മഴ, രാവിലെ മഞ്ഞ്, ഉച്ചക്ക് വെയിൽ, വൈകിട്ട് മഴ എന്ന് പറയുന്ന 3 തരം കാലാവസ്ഥയാണ്. ഇങ്ങനെ 3 ടൈപ്പ് കാലാവസ്ഥയാകുമ്പോഴുള്ള പ്രത്യേകത എന്താ? കീടാണുക്കൾ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. എന്നാൽ ഇതുപോലെയുള്ള ചായപ്പൊടികൾ പല എസ്റ്റേറ്റിൽ നിന്നും നമ്മുടെ കമ്പനിയിലേക്ക് എത്തുന്നുണ്ട്. കമ്പനിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ എല്ലാ എസ്റ്റേറ്റിൽ വരുന്ന ചായപ്പൊടിയും ആസാം തേയിലയും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ ടീറ്റോട്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിലെ 10 ആൾക്കാർ മാത്രമേ ഉള്ളൂ ആകെ. അതിനകത്ത് 5 പേര് നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ട്. ആ കമ്പനിയിൽ നമ്മൾ എല്ലാ എസ്റ്റേറ്റിൽ നിന്നും വരുന്ന കാര്യങ്ങൾ എടുത്തിട്ട്, എല്ലാ ചായപ്പൊടിയും എടുത്തിട്ട് പല പേര് എഴുതിയിട്ട് ഇങ്ങനെ വെക്കും, മുന്നിൽ വെക്കും. ആദ്യം ചൂടുവെള്ളത്തിലിട്ട് വെക്കും, കളർ വ്യത്യാസം ഉണ്ടോ നോക്കും, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ നോക്കും, മണം വ്യത്യാസം ഉണ്ടോ നോക്കും. അതിനുശേഷം പാൽ ഒഴിച്ച് നോക്കും, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ നോക്കും, മണം വ്യത്യാസം ഉണ്ടോ നോക്കും. ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പക്ക ആക്യുറേറ്റ് ആയിട്ടുള്ള ചായപ്പൊടികൾ തേയില മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചായപ്പൊടി ഏകദേശം ഒറ്റ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമ്മുടെ കമ്പനി സെലക്ട് ചെയ്തിട്ടുണ്ടാക്കുന്നു എന്നതിന്റെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്രയും ക്വാളിറ്റി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു ചായപ്പൊടി എടുത്ത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്.
അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റിന്റെയും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഊഹിക്കാവുന്നതല്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ബോധ്യമുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. അതാണ് ഈ ഒരു പ്രോഡക്റ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അങ്ങനെയുള്ള കമ്പനികൾ മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡെയിലി കൺസ്യൂമബിൾ ആൻഡ് റിപ്ലനിഷബിൾ പ്രോഡക്ട്സ്. ഡെയിലി കൺസ്യൂമബിൾ അഥവാ ഡെയിലി യൂസബിൾ. ഡെയിലി യൂസബിൾ പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കും? സോപ്പ്, പേസ്റ്റ്, ഓക്കെ, ഉപ്പ്, മുളക്, ചായപ്പൊടി, സോപ്പ്, പേസ്റ്റ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് ഡെയിലി യൂസബിൾ പ്രോഡക്ട്സ്. നമ്മുടെ കമ്പനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രോഡക്ട്സ് ഇതൊക്കെ ആയിരിക്കണം. നമുക്ക് ഡെയിലി യൂസബിൾ പ്രോഡക്ട്സ് ആയിരിക്കണം. നമ്മുടെ കമ്പനിയിൽ ഇന്ന് എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട്? ആർക്കെങ്കിലും ഒക്കെ പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഡെയിലി യൂസിന് വേണ്ട വെജിറ്റബിൾസ് ഒഴികെ, വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് നമ്മളെ ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് സെക്യൂരിറ്റി സെക്ഷൻ വേറെ ഉണ്ട്. വെജിറ്റബിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള. അപ്പോ ഇത്രയും അധികം പ്രോഡക്ട്സ് നമുക്ക് ഡെയിലി യൂസബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് നമ്മുടെ കമ്പനിയിലേക്ക് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെയിലി യൂസബിൾ കൺസ്യൂമബിൾ പ്രോഡക്ട്സ് ഉള്ള കമ്പനീസ് മാത്രം സെലക്ട് ചെയ്യാം. കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇങ്ങനെയുള്ള കമ്പനീസ് സെലക്ട് ചെയ്യാം. അടുത്തത്, കമ്പനി പ്രൊഫൈൽ ഷുഡ് ബി സ്ട്രോങ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ എത്ര പേർക്ക് അറിയാം? ആർക്ക് പോയിട്ടുണ്ട് രാജസ്ഥാൻ ബിൽവാനയിൽ? ഇവിടെയിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ പ്രൊഫൈലിന്റെ കാര്യത്തിൽ ആർക്കും ഡൗട്ടൊന്നും ഇല്ല. നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 500 ഏക്കറോളം വ്യാപിച്ചിടക്കുന്ന, അത് ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പെയിന്റിന്റെ ഒക്കെ ഫാക്ടറീസ് നമ്മുടെ കമ്പനിയിലേക്ക് ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നും നമ്മുടെ കമ്പനിയെ നമ്മുടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രം. നമുക്ക് അന്ന് 2000-ൽ ഈ ഒരു ആർസിഎം എന്ന ബ്രാൻഡ് നെയിമോട് കൂടി ഈ ഒരു മാർക്കറ്റിലേക്ക് ആർസിഎം കടന്നു വരുമ്പോൾ അന്ന് നമുക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു പാൻ പീസ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട്. ഇന്ന് നമുക്ക് എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ട്? 4000-ലധികം പ്രൊഡക്ട്സ് ഉണ്ട്. ഫാക്ടറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ 100-ലധികം ഫാക്ടറീസ്. PUC എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനും കുറവൊന്നുമില്ല. എല്ലാം 3 കിലോമീറ്ററും എന്ന് പറയുന്നത് പോലെ തന്നെ ഏതൊരു ടൗണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മിക്ക ടൗണുകളിലും കേരളത്തിൽ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു PUC അവിടെ ഉണ്ടാകും. നമ്മുടെ ഈ ഒരു വണ്ടർവേൾഡ് എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ ഉള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ വിഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മളെ പോലുള്ള ഡയറക്ട് സെല്ലേഴ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത്രയും പ്രൊഫൈൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ആർസിഎം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കമ്പനികൾ മാത്രം ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുക. അടുത്തതായിട്ട്, ബി ഷുവർ ദാറ്റ് നോ നീഡ് ഓഫ് ലോട്ട് ഓഫ് ഇൻവെന്ററി പർച്ചേസ് ഈച്ച് മന്ത്. എല്ലാ മാസവും ഇത്ര പർച്ചേസ് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ അക്കൗണ്ടിലേക്ക് വരുള്ളൂ എന്ന ലോ ഇല്ലാത്ത കമ്പനി ആയിരിക്കണം. അതായത് നമുക്ക് എല്ലാ മാസവും ഇത്ര പർച്ചേസ് നമ്മൾ ചെയ്തിരിക്കണം. സെൽഫ് ഐഡിയിലാണ്, സെൽഫ് ഐഡിയിൽ ഇത്ര പർച്ചേസ് നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയുന്ന കമ്പനി ജോയിൻ ചെയ്യരുത്. നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മൾ പ്ലാന് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മളിപ്പോ ഒരു 50 PVയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബാക്കി നമ്മുടെ PV വരുന്നത് നമ്മുടെ ടീം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് അവർ ചെയ്യുന്ന PVയിലൂടെ ഇൻകം സോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി. അടുത്ത ഒരു പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഇൻകം സോഴ്സ്? ഇൻകം സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കമ്പനിയാണ്. നമ്മുടെ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇൻകം സോഴ്സ്. കൃത്യമായിട്ടുള്ള ഇൻകം സോഴ്സ് അത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും എന്ന് നമുക്ക് ഉറപ്പായിരിക്കണം ആ ഒരു പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള പ്ലാൻ ഉള്ള കമ്പനികളെ മാത്രം സെലക്ട് ചെയ്യുക. അതായിരിക്കണം പ്ലാൻ നോക്കിയിട്ടായിരിക്കണം നമ്മൾ കമ്പനികളെ സെലക്ട് ചെയ്യേണ്ടത്. ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ അങ്ങനെയുള്ള പ്ലാനുള്ള കമ്പനികളെ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് എത്തിക്സ് ആൻഡ് ഗോൾ ഓഫ് ദ കമ്പനി ഷുഡ് ബി ആപ്റ്റ് ഫോർ യു. നമ്മുടെ എത്തിക്സുമായിട്ട് കമ്പനിയുടെ എത്തിക്സ് ആപ്റ്റ് ആവാൻ,
അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല എത്തിക്സോടും ഗോളോടും കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസിൽ നമുക്ക് അറിയാം. നമുക്ക് അറിയുന്ന കമ്പനികളുണ്ട്, അറിയാത്ത കമ്പനികളുണ്ട് ഇന്ത്യയിൽ. അങ്ങനെ ഇപ്പോ പൈസ മാത്രം ഗോൾ സെറ്റ് ചെയ്തിട്ട് കുറെ പൈസ മാത്രം സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതുപോലുള്ള കമ്പനികളല്ല, കൃത്യമായിട്ട് നമ്മുടെ എത്തിക്സിന്, അതായത് ആ കമ്പനി നിലനിൽക്കും എന്ന ബോധ്യം ആ കമ്പനിയുടെ ഗോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം. നമ്മുടെ ആർസിഎമ്മിന്റെ ഗോളുകൾ എന്തൊക്കെയാ? എന്താണ് നമ്മുടെ ആർസിഎമ്മിന്റെ ഗോൾ? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യം, സ്വയം പര്യാപ്തത, രാഷ്ട്ര പുരോഗമനം. ഇത് മൂന്നാണ് നമ്മുടെ കമ്പനിയുടെ ഗോൾ എന്ന് പറയുന്നത്. 3 വ്യക്തമായ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ആർസിഎം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കമ്പനീസ് മാത്രം ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുക. അതാണ് ഈ ഒരു എത്തിക്സ് ആൻഡ് ഗോൾ. അടുത്തത് എഫക്റ്റീവ് ആൻഡ് ഗ്രോയിങ് അപ്ലയൻസ് ഉണ്ടോ? എഫക്റ്റീവ് ആൻഡ് ഗ്രോയിങ് അപ്ലയൻസ് ഉണ്ടോ? നമുക്ക് ഉണ്ട്. നമ്മൾ ആർസിഎം 2000-ൽ ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിൽ ആ പേര് പോലും കേട്ടിട്ടില്ല. ആർസിഎം എന്ന് പറയുന്ന പേര് ആരും കേൾക്കാത്ത സമയത്ത് ഗോപകുമാർ സാർ എന്ന് പറയുന്ന വ്യക്തി ആർസിഎമ്മിൽ ഒരാളെ ജോയിൻ ചെയ്യിച്ചു, സുജിത് സാർ, ഗോകുമാർ സാർ, മൂർത്തി സാർ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരുപാടധികം ഗുരുക്കന്മാരായിട്ടുള്ള ലീഡേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷ് സാറൊക്കെ നമുക്ക്, അതുപോലെ നമ്മുടെ ആർസിഎമ്മിന്റെ ബേസ് കേരളത്തിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലീഡേഴ്സ് ആണ്. ഇതുപോലുള്ള അപ്ലയൻസിനെ കൈ പിടിച്ച് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ പാകത്തിലുള്ള അപ്ലയൻസ് ഉള്ള ഒരു കമ്പനിയായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലയൻസ് നമ്മളെ കൈപിടിച്ചു എടുക്കുന്ന സമയത്ത് ആ ഒരു ആർസിഎം എന്ന് പറയുന്ന പേര് കേരളത്തിൽ കേൾക്കുക പോലും ചെയ്യാത്ത സമയത്ത് അന്ന് ആ ഒരു ബിസിനസിനെ ഇന്ന് കാണുന്ന ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അപ്ലയൻസിന്റെ ക്വാളിറ്റി തന്നെയാണ്. അവർക്കൊരു നല്ല കൈയടി കൊടുക്കാം. അപ്പൊ അത്രയും നല്ല അപ്ലയൻസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ആർസിഎം എന്ന് പറയുന്നത്. അതുപോലുള്ള കമ്പനികളിൽ മാത്രം ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാം. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ back to back trainings from company and applicant. അപ്ലൈകളിൽ നിന്നായാലും കമ്പനികളിൽ നിന്നായാലും ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ടോ? യെസ്, ഒരു മുടക്കവും ഇല്ലാതെ കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാ വർഷവും കമ്പനിയിലെ നമ്മുടെ ഹെഡ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും നമ്മുടെ DCGയുടെ കയ്യിൽ നിന്ന് നല്ല ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ അപ്ലയൻസ് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങും, ഇതുപോലുള്ള മീറ്റിങ്ങും ട്രെയിനിങ്ങും സെമിനാറും എല്ലാം കൊണ്ട് മാത്രമേ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ വാഹനങ്ങൾക്ക്, അതായത് നമ്മുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂടണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഈ ഒരു ട്രെയിനിങ് ബാക്ക് ടു ബാക്ക് കിട്ടുന്ന കമ്പനികളിലും അപ്ലയൻസും ഉള്ള കമ്പനികളിൽ മാത്രം ജോയിൻ ചെയ്യുക. ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിൽ മാത്രം ജോയിൻ ചെയ്യുക. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടി ആർസിഎം ചൂസ് ചെയ്യണം എന്ന് മനസ്സിലായോ? എന്താണ് കാരണം? ഇതാണ് കാരണം. ഇങ്ങനെ വേണം ഒരു ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയെ ചൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ്. ഈ പോയിന്റിനൊക്കെ ആപ്റ്റ് ആയിട്ട് നമ്മൾ ആർസിഎം കമ്പനി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആർസിഎം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ഏറ്റവും അനന്തമായ സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ആർസിഎം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഗവൺമെന്റ്, നമുക്കെല്ലാവർക്കും അറിയാം, ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കാര്യത്തെ ഗവൺമെന്റ് കൃത്യമായ നിയമവലയങ്ങൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നോക്കിയാൽ കാണാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ട് ഗവൺമെന്റ് ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിനെ തകർക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡയറക്ട് സെല്ലിംഗ് പോലെ അഭിനയിച്ചുകൊണ്ട് ഒരുപാട് മണീച്ചൻ കമ്പനികൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനികൾ വന്ന ആൾക്കാർ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ലോസ്, നിയമങ്ങൾ ഡയറക്ട് സെല്ലിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇന്ത്യയിൽ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ലീഗലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഡയറക്ട് സെല്ലിങ്ങിന് അത്രയും സാധ്യതകളും ഉണ്ട്. ഇനി നമുക്ക് ചോദിക്കാൻ പറ്റുമോ, ജോലി നിർത്തിക്കൂടെ, ജോലി തിരയുന്നത് നിർത്തിക്കൂടെ എന്ന് ചോദിക്കാൻ പറ്റുമോ?
ചോദിക്കേണ്ട ടൈം കഴിഞ്ഞ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ജോലി കിട്ടാനില്ല. സോ സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അടുത്ത യൂത്തിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. യൂത്ത് മാത്രം തീരുമാനം എടുത്താൽ പോരാ, അവരുടെ പേരൻസും അതിനുവേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കും. അപ്പോ നമുക്ക് ഈ ഒരു സ്റ്റാൻസ് സാധ്യതകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് മാത്രമല്ല, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട്സിലേക്കും അതവരെത്തിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ RCM എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തന്നെ അടുത്ത ഒരു ജനറേഷനിലേക്ക് മാറും. അങ്ങനെ മാറുന്ന സമയത്ത് ബിസിനസിന്റെ ഗ്രോത്ത് മറ്റൊരു ലെവലിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ 2025 65,000 കോടിയുള്ള 1 ലക്ഷം കോടി ബിസിനസ് ടേൺഓവർ നമുക്ക് വേണമെങ്കിൽ RCM മാത്രം ഇന്ത്യയിൽ സൃഷ്ടിക്കും. അങ്ങനെ ഒരു ബിസിനസ് ഇപ്പോൾ ട്രാൻസ്ഫോം ചേഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ടൈമില് നമ്മൾ ആ ബിസിനസിന്റെ കൂടെ വെറുതെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ പറ്റില്ല, നമുക്ക് അന്നേരോ ഊഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത്രയും വലിയ ഒരു ബിസിനസ്, അത്രയും വലിയ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി, അതിലേക്കാണ് നമ്മൾ വന്ന് വീണിട്ടുള്ളത്. ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾക്ക് അറിയാവുന്ന ചെറുപ്പക്കാരായാലും ഇനിയുള്ള ആൾക്കാരിലേക്കായാലും ഷെയർ ചെയ്യാൻ ഒരു മടിയും വേണ്ട. അവരോട് ധൈര്യത്തോടെ തന്നെ അവരോട് നീ ജോലി തപ്പിയാണെന്ന് നിർത്തിക്കോ എന്ന് പോയെന്ന് പറയുന്ന ടൈമായി. അപ്പോ അങ്ങനെ നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. ഓക്കെ, വെൽക്കം ടു ദ biggest opportunity of a biggest industry. നമുക്ക് ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക്, ഏറ്റവും വലിയൊരു സാധ്യതയിലേക്ക് നമ്മുടെ ഈ ഒരു യൂത്തിനെ ആയാലും ജനറേഷനെ ആയാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്, അത്രയും വലിയൊരു ബിസിനസ്സിലേക്ക് എല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി യൂത്തിനെ ആയാലും ആരെയായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. അങ്ങനെ എല്ലാ യൂത്തുകളെ ആയാലും നമ്മുടെ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് അതിന്റെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.